ഞാൻ ദിനംപ്രതി കേൾക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. കണ്ണന് എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ എന്ത് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അവർ ആരെക്കൊണ്ട് പറ്റുന്നത് ഹെൽപ്പ് ചെയ്യാം, നമുക്ക് കണ്ണനൊന്ന് നടന്ന് കണ്ടാൽ മതി എന്നുള്ളതൊക്കെ. അതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടുള്ളതും പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും പല ഹോസ്പിറ്റലുകളിലും ഒക്കെ പോയി ചോദിച്ചും അറിഞ്ഞും ഒക്കെ കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ അവന് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കതിങ്ങനെ ഒരു പ്രതീക്ഷയായിട്ട് നിൽക്കുക. ചിലപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിപുലീകരിച്ച് വരില്ല, സാങ്കേതിക വിദ്യകളൊക്കെ ഇങ്ങനെ വലിയ വിപുലമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ CP എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്കും ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഇന്നാൾ കണ്ണൻ്റെ പീഡിയാട്രീഷനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്കിനി എവിടെയെങ്കിലും കൊണ്ടുപോയാൽ നമുക്കറിയാം ഒന്നുമില്ല ചെയ്യാനായിട്ട്. കാരണം ഇതൊരു അസുഖമല്ലല്ലോ, അസുഖത്തിനല്ലേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊരവസ്ഥയാണ്. ഈ അവസ്ഥകൾക്ക് വ്യത്യാസങ്ങൾ വരുത്താൻ ട്രീറ്റ്മെൻറ്റ് എത്ര കണ്ട് പ്രയോജനപ്രദമാവും എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിലുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നാലും ഞാൻ ചോദിച്ചു കേട്ടോ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ നിംഹാൻസ് ഹോസ്പിറ്റൽ. നിങ്ങൾ അവിടെ വരെ എത്തി, ഇനി അതിൽ കൂടുതൽ നമ്മൾ എവിടേക്കാണ് റെഫർ ചെയ്യുക? അവിടെ പോയിട്ട് പോലും അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല എന്നാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ വർഷങ്ങൾ കുറച്ചായി, 2 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് നമ്മൾ നിംഹാൻസിലൊക്കെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവന് 11 വയസ്സായി. ഇനിയിപ്പോൾ അവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ അന്വേഷിച്ച് നോക്കാനായിട്ടുള്ളൂ എന്നാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പോയി കാണിച്ച് നോക്കാം, വേറെ എന്തെങ്കിലും പുതിയ ട്രീറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അതൊക്കെ വെറും ഒരു പ്രതീക്ഷ മാത്രമേ അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് ഇൻഡയറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു. നമ്മളുടെ വാരിയെല്ലുകൾക്കൊക്കെ ഒരു ഒടിവോ ക്ഷതമൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് നോർമലായിട്ട് വരാമെന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിലൊരു ഡാമേജ് വന്നാലും. അപ്പോൾ കണ്ണൻ അതുപോലെ ബ്രെയിനിലൊരു ഡാമേജാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ കുറച്ച് സ്ക്രാച്ചുകളാണ് ബ്രെയിനിൽ കിടക്കുന്നത്. അങ്ങനെ ബ്രെയിനിൽ കുറച്ച് ഡാമേജുകളുള്ളത് കാരണമാണ് ബാക്കിയുള്ള അവൻ്റെ ബോഡി ഫങ്ഷൻസ് നമുക്ക് റെഡി ആയിട്ട് വരാത്തത്. അപ്പോൾ അങ്ങനെ ഒരു ഡാമേജ് വന്ന സാധനം പിന്നീട് സാധാരണഗതിയിലാവുക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ലല്ലോ എന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാലും ആലോചിക്കുമ്പോൾ അതൊരു വിഷമാണെന്നേ.